ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ്. എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇത് കുക്കിങ്ങിൽ ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങും ചിക്കനും ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 2-3 ഉരുളക്കിഴങ്ങും 3-4 ചിക്കൻ പീസ് കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വേവിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ചിക്കൻ നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി പൊടിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലിട്ട് ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഞാനിതാ ഇവിടെ രണ്ടും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടി ഇതെല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഒരു ചെറിയ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടിയാണ്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴന്നു വരുമ്പോൾ നമ്മുടെ മല്ലിയില അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊടിച്ചു വെച്ച കിഴങ്ങും ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാ നമ്മളിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു 4 ബ്രെഡ് സ്ലൈസ് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അല്ലേ. ആദ്യം മുട്ടയിൽ മുക്കി കൊടുത്തു, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുത്തു വെക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് പതിയെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏതാണ്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതാവുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ചിക്കൻ കട്ട്ലറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കൂട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.